തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസിനെ കണ്ട കായലിൽ ചാടിയ യുവാവിനെ കാണാതായി. ലഹരി ഉപയോഗിക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം എത്തിയത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. സ്ഥലത്ത് നിന്ന് 4 ഗ്രാം MDMA-യും കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടി. അനിരു അശോകൻ ചേരുന്നു വിവരങ്ങളുമായി. അനിരു, വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. എപ്പോഴായിരുന്നു ഇത് ഉണ്ടായത്? ഈ കാണാതായവരെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അഖില, ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് വർക്കല ഇടവ നിരാല ജംഗ്ഷന് സമീപത്തെ കായൽ തീരത്ത് ഈ ഒരു 4-അംഗ സംഘം ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ എക്സൈസിനെ കണ്ട് ഓടുന്നതും അതിലൊരാൾ കായലിൽ ചാടുന്നതും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സൈസ് സംഘത്തിന് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരമൊരു വിവരം ലഭിച്ചിരുന്നു. അതായത് ഈ കായൽ തീരത്ത് ലഹരി വിൽപ്പനയും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പരാതി. അതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെ മഫ്തി പോലീസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സംഘങ്ങളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് ഈ സംഘം എത്തുമ്പോൾ ഈ 4-അംഗ സംഘത്തിൽ ഒരാൾ ഈ മഫ്തി പോലീസിനെ കാണുകയും വിവരം സംഘാംഗങ്ങളെ അറിയിക്കുകയും ഇവർ എക്സൈസ് സംഘത്തെ കണ്ട് ചിതറി ഓടുകയായിരുന്നു. ഒരാൾ കായലിലേക്ക് എടുത്തു ചാടുകയും 2 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ച് വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം ഓടാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പിന്നീട് ഈ കസ്റ്റഡിയിലെടുക്കുന്ന വേളയിൽ തന്നെ ഈ കായലിൽ ചാടിയ വ്യക്തി മുങ്ങിത്താഴുന്നത് എക്സൈസ് സംഘം കണ്ടിരുന്നു. ഉടൻ തന്നെ വിവരം അയിരൂർ പോലീസ് സ്റ്റേഷനെ വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സിനെയും സ്കൂബ ടീം അംഗങ്ങളെയും ഒക്കെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംഘാംഗങ്ങൾ എത്തി കായലിൽ ഒരു പരിശോധന നടത്തിയെങ്കിലും 6 മണിയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇരുട്ടിയതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. എന്തായാലും നാളെ രാവിലെയോടുകൂടി വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. ഈ കായൽ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ സംഘാംഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 4 ഗ്രാമോളം MDMA-യും കൂടാതെ കുറച്ച് പൊതികളിലായി കഞ്ചാവും ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആരാണ് ചാടിയതെന്നുള്ളത് എക്സൈസ് സംഘത്തിന് മനസ്സിലായിട്ടില്ല. അഭിജിത്ത് എന്നൊരു ID കാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഓടി രക്ഷപ്പെട്ടവരുടേതാണോ അതോ കായലിൽ ചാടിയ ആളുടേതാണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പിടികൂടിയ കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് ബോധം വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആരൊക്കെയാണ് ഈ സംഘങ്ങളിൽ ഉൾപ്പെട്ടതെന്നും കായലിൽ ചാടിയത് ആരാണെന്നും വ്യക്തത വരുള്ളൂ. അഖില, അനിരു അശോകനാണ് വിവരങ്ങൾ നൽകിയത്.